സർവമായ എന്ന നിവിൻ പോളി ചിത്രം അങ്ങനെ 50 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ്. അതും വെറും 5 ദിവസം കൊണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു സിനിമയ്ക്ക് ട്രെയിലർ പോലും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും ഈ സിനിമ പ്രീ സെയിലാണെങ്കിൽ ഏകദേശം 1 കോടിക്ക് മുകളിലാണെങ്കിൽ പ്രീ സെയിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ടോടുകൂടി പുറത്തു വന്നതുകൊണ്ട് തന്നെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റി ആണെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ കളക്ഷനിൽ നല്ല രീതിക്ക് തന്നെയാണെങ്കിൽ ഒരു മുന്നേറ്റം സംഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ സിനിമയ്ക്കാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ഓഡിയൻസിൻ്റെ ഒരു പുള്ളാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കുണ്ട്. നമ്മുടെ നിവിൻ പോളിയുടെ പക്ക നിവിൻ പോളിയുടെ കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമയെ നമുക്ക് അടിവരയിട്ട് തന്നെ പറയാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ രീതിക്കാണ് നിവിനെ കാണാൻ ആഗ്രഹിച്ചത് ആ രീതിക്കൊക്കെ നമ്മൾ കാണിച്ചു തന്നൊരു സിനിമയാണ് സർവമായ എന്ന് പറയുന്ന സിനിമ. അഖിൽ സത്യനാണെങ്കിലും പുള്ളിക്കാരൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അതേ ഒരു ടച്ചിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോഴും നല്ല വിജയകരമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി ഓഡിയൻസ് ആണെങ്കിൽ ഇതുപോലുള്ള ഫീൽ ഗുഡ് സിനിമകൾക്ക് എപ്പോഴും നല്ലൊരു അംഗീകാരം തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് കോമഡി സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൈവിടത്തുമില്ല. പ്രത്യേകിച്ച് നിവിൻ പോളിയെ പോലെയൊക്കെ ഇതുപോലത്തെ ഒരു കാര്യം ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആക്ടറോടൊപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയുടെ ആണെങ്കിലും ഇനിയുള്ള കളക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം നമ്മൾ പണ്ട് നിവിൻ തന്നെ പറഞ്ഞ പോലെ തന്നെ വഴി വെട്ടി വന്നവൻ്റെ തിരിച്ചുവരവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിലാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കും വലിയൊരു കളക്ഷൻ തന്നെ നേടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ നിവിൻ്റെ കംബാക്ക് ആണെങ്കിൽ ഏകദേശം 100 കോടി നിൽക്കുമോ അതോ അതിൽ മുകളിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏകദേശം എത്രത്തോളം ഈ ഒരു സിനിമ എത്രത്തോളം വലിയ വിജയമാവും, ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ കിട്ടുമെന്നോ നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.